ശ്രീരാമായ നമോ നമ. യുദ്ധകാന്ഡം 13-ാം സർഗം. മഹാപാർശ്വവാക്യം. എല്ലാവർക്കും നമസ്കാരം. സീതാരാമഗുണാരാമപുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വരൂ. കഴിഞ്ഞ സർഗത്തില് കുംഭകർണൻ കൃത്യമായ നീതിവാക്യം പറഞ്ഞ ചേട്ടൻ ചെയ്തത് ശരിയായില്ല എങ്കിലും ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയും ആ രാമനെയും രാമന്റെ സൈന്യത്തിനെയും യമക്ഷയത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് സീത വശകയായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ചെറുതായി കളിയാക്കുന്ന രീതിയിലായിരുന്നു. ഇത് കേട്ടങ്ങനെ രാവണന് ക്രോധം വർദ്ധിച്ചതുകൊണ്ട് മഹാപാർശ്വൻ 4 മന്ത്രിമാരെ നമ്മൾ എടുത്തു പറഞ്ഞു. ഹനുമാൻ രാവണനെ കാണുന്ന സമയത്ത് അതിലൊരാളാണ് മഹാപാർശ്വൻ. അദ്ദേഹം സഭയിൽ എഴുന്നേറ്റു നിന്നു. ഒരു വേള ചിന്തിച്ചു, ഈ രാവണനെ ഇങ്ങനെ ക്രുദ്ധനാക്കിയാൽ പറ്റില്ല, എന്ത് വേണം, അദ്ദേഹത്തിനെ പ്രശംസിക്കുക തന്നെ, എന്നാലാണ് ഇപ്പോൾ ഇവിടെ സമാധാനം കിട്ടുള്ളൂ എന്ന്. മന്ത്രിയാണല്ലോ, മന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ തൊഴുകയോടുകൂടി സഭയിൽ സംസാരിക്കാൻ ആരംഭിച്ചു. മഹാപാർശ്വൻ പറയാണ്, പല ഘോരജന്തുക്കളും ഭോഗവസ്തുക്കളും നിറഞ്ഞ കാട്ടിലെത്തി തേൻ നുകരാതെ മടങ്ങുന്നവൻ വിഡ്ഢിയാണ്. ആക്രമണമെല്ലാം കഴിഞ്ഞു, അതിനുള്ള സാഹസങ്ങളൊക്കെ ചെയ്ത് ആസ്വദിക്കാവുന്ന സാധനങ്ങൾ ആസ്വദിക്കാത്തവൻ വിഡ്ഢിയാണ്. ഇവിടെ എത്രയോ ബുദ്ധിമുട്ടി മാരീചനെയൊക്കെ പറഞ്ഞിട്ട് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് തേൻ നുകരാതെ മടങ്ങുന്നവൻ വിഡ്ഢി. ശത്രുക്കളെ അമർച്ച ചെയ്യുന്നതിൽ വിദഗ്ധ, ശത്രുക്കളെ തലയിൽ തന്നെ ആക്രമിച്ച് വൈദേഹിയെ പ്രാപിച്ചാലും, മഹാബലശാലിയായ കുക്കുടവൃത്തത്തോടെ ദേവിയെ ബലാത്കാരേണ തന്നെ സ്വീകരിച്ചാലും, കുക്കുടവൃത്തം എന്ന് പറഞ്ഞാൽ കോഴിയുടെ രീതി, ആക്രമിച്ച് ഇരയെ എതിർത്ത് തോൽപ്പിക്കുക. ആ ഒരു ഇതാണ് രാക്ഷസന്മാരുടെ രീതി എന്നാണ് മഹാപാർശ്വൻ ഇവിടെ എടുത്ത് പറയുന്നത്. പിന്നെ കാര്യം നേടിയാൽ വരാവുന്ന ഭയമൊക്കെ ചെറുത്ത് നശിപ്പിക്കാമല്ലോ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നശിപ്പിക്കാം പിന്നീട് വരുന്ന ഭയമൊക്കെ. നമ്മോടൊപ്പമുള്ള കുംഭകർണനും ഇന്ദ്രജിത്തും വജ്രമേന്തിയ ദേവരാജനെ പോലും കിട്ടിക്കിട്ട വിറപ്പിക്കില്ലേ. ഒരു കാര്യങ്ങൾ നേടാൻ പല ഉപായങ്ങളുണ്ട്. ദാനം, സാന്ത്വനം, ഭേദം എന്നിവ കൂടാതെ ദണ്ഡനീതിയുമുണ്ട്. ചതുരോപായം തന്നെ. അതിലെ ദണ്ഡനീതി ആണ് എനിക്ക് ഇവിടെ യോജ്യമെന്നാണ് അഭിപ്രായം. രാക്ഷസന്മാർക്ക് പൊതുവെ അതാണ്, ആ രീതിയാണ് ഇഷ്ടം. അവസാനത്തെ കരബലം കൊണ്ട് ഒരാളെ തോൽപ്പിച്ച് കാര്യം നേടുക. ശസ്ത്രപ്രതാപത്താൽ അടങ്ങാത്ത ഒരു ശത്രുവും നമുക്കില്ലല്ലോ. ഇത്രയും പറഞ്ഞ മഹാപാർശ്വനെ അഭിനന്ദിച്ചുകൊണ്ട് രാക്ഷസാധിപൻ പറഞ്ഞു. അപ്പൊ മഹാപാർശ്വന്റെ ഉദ്ദേശം നടന്നു. രാവണൻ ഒന്ന് തണുത്തു. അപ്പൊ രാവണൻ ഒരു രഹസ്യം പറയാണ്. ഇങ്ങനെ പ്രത്യേക അവസരം വന്നപ്പോൾ തൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരികയാണ്. ഹേ മഹാപാർശ്വ, പണ്ട് നടന്ന ഒരു രഹസ്യം ഞാൻ ഇവിടെ പറയാം. ഒരിക്കൽ ആകാശസഞ്ചാരം ഞാൻ നടത്തവേ അഗ്നിശിഖ പോലെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ദർശിക്കാൻ പോകുന്ന ഒരു അപ്സരസിനെ കണ്ടു. പുഞ്ചികസ്ഥല എന്നാണ് അവളുടെ പേര്. എന്നെ കണ്ടതും അവൾ ഒളിച്ചൊളിച്ച് ഭയന്ന് ഇടറിയായി പോകുന്നത്. എന്നെ കണ്ടതും അവളുടെ പോക്ക് അങ്ങനെ മാറി. പക്ഷേ ഞാൻ അവളെ വിവസ്ത്രയാക്കി ബലാത്കാരേണ ആസ്വദിച്ചു. ഉടനെ ഞാൻ കേട്ടൊരു ശബ്ദം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആരാണ് എന്നൊന്നും ഓർമ്മയില്ല. ക്രുദ്ധനായ ബ്രഹ്മദേവന്റെ ശബ്ദമാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇന്നു മുതൽ ബലാത്കാരേണ നീ ഏതെങ്കിലും സ്ത്രീയെ വശത്താക്കാൻ ശ്രമിച്ചാൽ നിന്റെ തല 100 നുറുങ്ങും. ആ ശാപഭയം കൊണ്ടാണ് മഹാപാർശ്വ താങ്കൾ പറഞ്ഞ പ്രകാരം ഞാൻ തുനിയാത്തത്. ഈ പുഞ്ചികസ്ഥലയുടെ കഥ വേറെ രാമായണത്തിലല്ല, വേറെയും അതിനോടനുബന്ധിച്ച
പതിലും പലയിലും ഉണ്ട്. ഇതിലും സൂചന ഉണ്ട്. പുഞ്ചികസ്ഥല പിന്നീട് ആ ഒരു പാപം, ആ ഒരു തൻ്റെ ദോഷം മാറാൻ വേണ്ടി മഹാദേവനെ നൃത്തം ചെയ്തുകൊണ്ട് തപസ് ചെയ്തു. നൃത്തം ചെയ്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. അപ്പം മഹാദേവൻ എന്താ വേണ്ടി വെച്ചപ്പോൾ എനിക്ക് അങ്ങ് മകനായി തീരണം എന്ന് പറഞ്ഞു അത്രേ. സാധാരണ അപ്സര സ്ത്രീകൾ പ്രസവിക്കാറില്ല. മഹാദേവൻ സന്തോഷമായിട്ട് അങ്ങനെ ആവാമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും അപ്സരസ്സായിട്ട് ഇരിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ വരികയും അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ ഈ പുഞ്ചികസ്ഥലെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുക. വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കുകയാണെങ്കിൽ ഒരു ദിവസം പരിഭ്രമം കൊണ്ട് പാത്രങ്ങളൊക്കെ തട്ടി മറിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ. അതോടുകൂടി ക്രുദ്ധനായ ദുർവാസാവ്, നീ എന്താ ഒരു കുരങ്ങെത്തിയ മാതിരി കാര്യങ്ങൾ നടക്കണം, നീ ഒരു കുരങ്ങെത്തിയായിട്ട് മാറട്ടെ എന്ന് ശപിച്ചു അത്രേ. അങ്ങനെ ഉടനെ തന്നെ ശാപമോക്ഷം കൊടുത്തു. അദ്ദേഹത്തിന് പെട്ടെന്നാണ് ഓർമ്മ വന്നത്, പരമേശ്വരൻ അദ്ദേഹത്തിന് മകളായിട്ട് ഇവൾക്ക് തീരും എന്നുള്ളത് ഓർമ്മ വന്നു. ഉടനെ തന്നെ നമുക്ക് നല്ല കുട്ടിയുണ്ടാവും, നല്ല കുരങ്ങെത്തിയാണെങ്കിലും നീ ഒരു ദിവ്യ സ്ത്രീയായിട്ട് തന്നെ തീരും, എല്ലാവരും നിന്നെ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു ദുർവാസാവ്. അങ്ങനെ പുഞ്ചകസ്ഥലയാണത്രേ പിന്നീട് അഞ്ജനയായിട്ട് ജനിച്ചത്. അഞ്ജനയുടെ മകനാണല്ലോ ആഞ്ജനേയൻ, ശിവന്റെ തന്നെ ശിവാംശഭൂതമല്ലേ. അപ്പൊ രാവണൻ നടത്തിയ ആ ദോഷത്തിന് പരിഹാരമായിട്ട് പുഞ്ചകസ്ഥലയുടെ ആ ദേഷ്യം പിന്നീട് ഹനുമാനായി വന്ന്, ഇപ്പൊ കണ്ടില്ലേ, രാവണനെ മുച്ചോട് മുടിക്കാൻ ഏറ്റവും അതിനൊരു തുടക്കം കുറിച്ചത് ഹനുമാൻ തന്നെ. സീതാദേവി പണ്ട് വേദവതി ആക്രമിച്ചപ്പോൾ അതിന്ന് ആ ദേവിയുടെ തന്നെ അംശമാണ് പിന്നെ സീതാദേവിയായി ഉണ്ടായത്. ആദ്യം സീതാദേവി ലങ്കയിലെത്തി, അതോടുകൂടി തന്നെ രാവണന്റെ നാശത്തിന് തുടക്കമായി. അത് പ്രത്യക്ഷമായി തീർന്നു പുഞ്ചികസ്ഥലയുടെ പുത്രൻ ഇവിടെ വന്നപ്പോൾ. ഇതൊക്കെയാണ് അതിനോട് അനുബന്ധമായ കഥകൾ. രാവണൻ പിന്നെയും തുടരുകയാണ്. സദസ്സ് നിങ്ങൾ കേൾക്കണം. കടലിന്റെ വേഗമാണ് എനിക്ക്, കാറ്റിന്റെ ഗതിയും. എൻ്റെ അടുക്കൽ എത്താൻ ശ്രമിക്കുന്ന ആ ദശരഥപുത്രൻ അതൊന്നും അറിയില്ല. ആരാണ് ഗുഹയിൽ അന്തകനെ പോലെ കിടന്നുറങ്ങുന്ന സിംഹത്തെ തട്ടി ഉണർത്താൻ ശ്രമിക്കുക? അങ്ങനെയുള്ള വിഡ്ഢിത്തമാണ് ആ രാമൻ ചെയ്യേണ്ടത് എന്നർത്ഥം. 2 നാക്കുള്ള പാമ്പുകളെ പോലെ ഞാൻ വർഷിക്കുന്ന ബാണങ്ങളുടെ വേഗം രാമൻ അറിയും യുദ്ധത്തിനെത്തിയാൽ. തീക്കട്ടകൾ എറിഞ്ഞ ആനയെ വെന്ത് വെണ്ണീറാക്കുന്ന പോലെ എൻ്റെ വജ്രസമാനങ്ങളായ ബാണങ്ങൾ രാമനെ ഭസ്മമാക്കും. പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യൻ നക്ഷത്രശോഭ കെടുത്തുന്നതുപോലെ വലിയ സേനയുമൊത്ത് എതിർത്ത് ഞാൻ രാമന്റെ വാനര സൈന്യത്തിന്റെ വീര്യം നശിപ്പിക്കും. എന്നോട് എതിർക്കാൻ വാസവനോ വരുണനോ സാധ്യമല്ല. വാസവേനാപി സഹസ്രചക്ഷുഷ യുധാസ്മി ശക്യോ വരുണേന വാ പുനഃ മയാത്വയം ബാഹുബലേന നിർജിതാപുരാപുരി വൈശ്രവണേന പാലിത. വരുണനും വാസവനും പറ്റില്ല, വൈശ്രവണൻ എന്നോ എന്നാൽ പരാജിതനായി ലങ്കാപുരി പോലും വിട്ടോടിയിരിക്കുകയാണ് എന്നങ്ങനെ തൻ്റെ നിലപാടങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു രാവണൻ. ഹത്വാ യുദ്ധേ ദശാസ്ത്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്തോപാന്തനേത്ര ശരദളിതവപു കോടി സൂര്യപ്രകാശ വിതശ്രീ ബന്ധുരാംഗ ത്രദശ പതിനുത പാതുമാം വീരരാമ പാതുമാം വീരരാമ.